അധ്യായം 19. സൂറത്തുൽ മറിയം, മക്കയിൽ അവതരിച്ചത്. സൂക്തങ്ങൾ 98. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. കാഫ്, ഹാ, യാ, ഐൻ, സ്വാദ്. ദിക്റു റഹ്മതി റബ്ബിക അബ്ദഹു സക്കരിയ. ഇത് താങ്കളുടെ റബ്ബ് തന്റെ അടിമ സക്കരിയ നബിയോട് കാണിച്ച കാരുണ്യത്തെക്കുറിച്ചുള്ള പ്രസ്താവനയാണ്. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. അദ്ദേഹം തന്റെ റബ്ബിനോട് രഹസ്യമായി പ്രാർത്ഥിച്ച സന്ദർഭം ആയിരുന്നു ആ കാരുണ്യം ചെയ്തത്. ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വഷ്തഅല അർ-റഅസു ശൈബൻ വലം അകുൻ ബിദുആഇക റബ്ബി ശഖിയ. അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, തീർച്ചയായും എന്റെ എല്ലുകളെല്ലാം ബലഹീനമായിരിക്കുന്നു, എന്റെ തലയിൽ നര ബാധിച്ചിട്ടുമുണ്ട്. റബ്ബേ, നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മുമ്പൊരിക്കലും ഉത്തരം ലഭിക്കാതെ നിരാശനായിട്ടില്ല. وإني خفت الموالي من ورائي وكانت امرأتي عاقرا فهب لي من لدنك وليا. എനിക്ക് ശേഷമുള്ള പിന്തുടർച്ചക്കാരെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു. എന്റെ ഭാര്യ വന്ധ്യയായിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ പക്കൽ നിന്നൊരു മകനെ എനിക്ക് നീ ദാനം ചെയ്യണമേ. يرثني ويرث من آل يعقوب واجعله رب رضيا. എനിക്കും യാക്കൂബ് കുടുംബത്തിനും പിന്തുടർച്ചാവകാശിയായി തീരുന്ന മകൻ എന്റെ റബ്ബേ, നീ അവനെ എല്ലാവരുടെയും തൃപ്തിക്ക് പാത്രമാക്കുകയും ചെയ്യണമേ. يا زكريا إنا نبشرك بغلام اسمه يحيى لم نجعل له من قبل سميا. ഓ സക്കരിയ, തീർച്ചയായും താങ്കൾക്ക് ഒരാൺകുട്ടിയെക്കുറിച്ച് നാം സന്തോഷവാർത്ത അറിയിക്കുന്നു. അവന്റെ പേര് യഹിയ എന്നാണ്. ഇതിനു മുമ്പ് അവന് പേരൊത്ത ഒരുത്തനെയും നാം ആക്കിയിട്ടില്ല. قال رب أنى يكون لي غلام وكانت امرأتي عاقرا وقد بلغت من الكبر عتيا. അദ്ദേഹം പറഞ്ഞു, എന്റെ റബ്ബേ, എനിക്കെങ്ങനെയാണൊരു ആൺകുഞ്ഞുണ്ടാവുക? എന്റെ ഭാര്യ വന്ധ്യയായിരിക്കുകയാണല്ലോ, ഞാനാകട്ടെ വളരെയധികം വാർദ്ധക്യം പ്രാപിക്കുകയും ചെയ്തിരിക്കുന്നു. قال كذلك قال ربك هو علي هين وقد خلقتك من قبل ولم تك شيئا. അല്ലാഹു പറഞ്ഞു, കാര്യം അങ്ങനെ തന്നെയാണ്, അതെനിക്ക് പ്രയാസമില്ലാത്ത കാര്യമാണെന്നാണ് താങ്കളുടെ റബ്ബ് പറയുന്നത്. മുമ്പ് താങ്കളെ നാം സൃഷ്ടിച്ചു, താങ്കൾ ഉണ്ടായിരുന്നേയില്ലല്ലോ. قال رب اجعل لي آية. قال آيتك ألا تكلم الناس 3 ليال سويا. സക്കരിയ നബി പറഞ്ഞു, എന്റെ റബ്ബേ, എന്നാൽ എനിക്ക് നീയൊരു ദൃഷ്ടാന്തം കാണിച്ചു തരേണമേ. അല്ലാഹു അരുളി, വൈകല്യമൊന്നുമില്ലാതെ 3 ദിവസം താങ്കൾ ജനങ്ങളോട് സംസാരിക്കുകയില്ല എന്നതാണ് താങ്കൾക്കുള്ള ദൃഷ്ടാന്തം. فخرج على قومه من المحراب فأوحى إليهم أن سبحوا بكرة وعشيا. അങ്ങനെ അദ്ദേഹം ആരാധനാ മന്ദിരത്തിൽ നിന്ന് പുറപ്പെട്ടു തന്റെ ജനതയുടെ അടുത്തു ചെന്നു. എന്നിട്ട് രാവിലെയും വൈകുന്നേരവും നിങ്ങളുടെ റബ്ബിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുക എന്നവരുടെ നേരെ നബി ആംഗ്യം കാണിച്ചു. يا يحيى خذ الكتاب بقوة وآتيناه الحكم صبيا. ഓ യഹിയ, വേദഗ്രന്ഥം ബലമായി സ്വീകരിച്ചുകൊള്ളുകയെന്ന് നാം പറഞ്ഞു. ശൈശവദശയിലായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് നാം വേദവിജ്ഞാനം നൽകുകയും ചെയ്തു. وحنانا من لدنا وزكاة وكان تقيا. നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവും പരിശുദ്ധിയും നാം നൽകി. അദ്ദേഹം നല്ല ഭക്തനുമായിരിക്കുന്നു.
وبرا بوالديه ولم يكن جبارا عصيا. തന്റെ മാതാപിതാക്കളോട് ഔദാര്യം കാണിക്കുന്ന ആളുമായിരുന്നു, അനുസരണയില്ലാത്ത അഹങ്കാരിയായിരുന്നില്ല. وسلام عليه يوم ولد ويوم يموت ويوم يبعث حيا. താൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസവും അദ്ദേഹത്തിന് ശാന്തിയുണ്ട്. واذكر في الكتاب مريم إذ انتبذت من أهلها مكانا شرقيا. താങ്കൾ ഖുർആനിൽ കൂടി മറിയമിനെ കുറിച്ചും പ്രസ്താവിക്കുക. അവർ സ്വന്തക്കാരിൽ നിന്ന് അകന്ന് കിഴക്ക് ഭാഗത്തുള്ളൊരു സ്ഥലത്ത് താമസിച്ചപ്പോൾ فاتخذت من دونهم حجابا فأرسلنا إليها روحنا فتمثل لها بشرا سويا. എന്നിട്ട് അവരിൽ നിന്ന് മറയത്തക്ക ഒരു മറ അവരുണ്ടാക്കി. അപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മുടെ മലക്കിനെ നാം അയച്ചു. അങ്ങനെ മലക്ക് അവരുടെ മുമ്പിൽ ഒരു തികഞ്ഞ മനുഷ്യരൂപം പ്രാപിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടു. قالت إني أعوذ بالرحمن منك إن كنت تقيا. അവർ പറഞ്ഞു, തീർച്ചയായും നിന്നിൽ നിന്ന് കരുണാനിധിയായ അള്ളാഹുവിൽ ഞാൻ ശരണം പ്രാപിക്കുന്നു. നീ ഒരു ഭക്തനാണെങ്കിൽ ഉടനെ ഇവിടെ നിന്ന് പോകണം. قال إنما أنا رسول ربك لأهب لك غلاما زكيا. അദ്ദേഹം പ്രതികരിച്ചു, നിശ്ചയമായും ഞാൻ നിങ്ങളുടെ റബ്ബിന്റെ ദൂതൻ മാത്രമാണ്. പരിശുദ്ധനായ ഒരാൺകുട്ടിയെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യാനാണ് ഞാൻ വന്നിരിക്കുന്നത്. قالت أنى يكون لي غلام ولم يمسسني بشر ولم أك بغيا. അവൾ ചോദിച്ചു, എനിക്കെങ്ങനെയാണ് ഒരാൺകുട്ടി ജനിക്കുക? എന്നെ വിവാഹം മൂലം ഒരു മനുഷ്യനും തൊട്ടിട്ടില്ല, ഞാനൊരു വ്യഭിചാരിണി ആയിട്ടുമില്ല. قال كذلك قال ربك هو علي هين ولنجعله آية للناس ورحمة منا وكان أمرا مقضيا. അദ്ദേഹം പറഞ്ഞു, കാര്യം അങ്ങനെ തന്നെയാണ്. അതെനിക്ക് നിസ്സാര കാര്യമാണെന്നാണ് നിങ്ങളുടെ രക്ഷിതാവ് പറയുന്നത്. ആ കുട്ടിയെ മനുഷ്യർക്കൊരു ദൃഷ്ടാന്തവും നമ്മുടെ പക്കൽ നിന്നുള്ള കാരുണ്യവുമാക്കേണ്ടതിനുമാണ് നിങ്ങൾക്കൊരാൺകുട്ടി ജനിക്കുന്നത്. തീരുമാനിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. فحملته فانتبذت به مكانا قصيا. അങ്ങനെ അവർ ആ കുട്ടിയെ ഗർഭം ധരിച്ചു. എന്നിട്ട് അതുമായി ദൂരമായ ഒരു സ്ഥലത്ത് മാറി താമസിച്ചു. فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. അനന്തരം പ്രസവവേദന അവരെ ഒരു ഈത്തപ്പന മരത്തിനടുത്തേക്ക് പോകുവാൻ നിർബന്ധിതയാക്കി. അവർ പറഞ്ഞു, ഇതിനു മുമ്പ് തന്നെ ഞാൻ മരിക്കുകയും പിന്നെ വിസ്മരിക്കപ്പെടുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. فناداها من تحتها ألا تحزني قد جعل ربك تحتك سريا. അപ്പോൾ അവരുടെ താഴ്ഭാഗത്തു നിന്നവരെ വിളിച്ചു പറഞ്ഞു, നീ ദുഃഖിക്കേണ്ട, റബ്ബ് നിങ്ങളുടെ അടുത്തൊരു അരുവിയുണ്ടാക്കി തന്നിരിക്കുന്നു. وهزي إليك بجذع النخلة تساقط عليك رطبا جنيا. നിന്റെ അടുത്തേക്ക് ഈത്തപ്പഴം വീഴാൻ നീ ഈത്തപ്പന മരം പിടിച്ചു കുലുക്കുക, എന്നാൽ അത് നിനക്ക് പഴുത്തു പാകമായ ഈത്തപ്പഴം വീഴ്ത്തിത്തരും. فكلي واشربي وقري عينا فإما ترين من البشر أحدا فقولي إني نذرت للرحمن صوما فلن أكلم اليوم إنسيا. എന്നിട്ടത് തിന്നുകയും കുടിക്കുകയും നിന്റെ കുഞ്ഞിന്റെ മുഖം കണ്ട് സന്തോഷിക്കുകയും ചെയ്യുക. ഇനി മനുഷ്യരിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അവരോട് നിങ്ങൾ ഇങ്ങനെ പറയുക, കരുണാനിധിയായ അള്ളാഹുവിന് മൗനവ്രതമനുഷ്ഠിക്കാൻ ഞാൻ നേർച്ചയാക്കിയിട്ടുണ്ട്. അതിനാൽ ഒരാളോടും ഇന്നു ഞാൻ സംസാരിക്കുകയില്ല തന്നെ.
فأتت به قومها تحمله قالوا يا مريم لقد جئت شيئا فريا. അനന്തരം അവർ കുട്ടിയെ എടുത്തുകൊണ്ട് തന്റെ ജനതയുടെ അടുത്തു ചെന്നു. അവർ പറഞ്ഞു, ഓ മറിയം, മഹാ ആശ്ചര്യമായൊരു കാര്യം തന്നെയാണ് നീ ചെയ്തിരിക്കുന്നത്. يا أخت هارون ما كان أبوك امرأ سوء وما كانت أمك بغيا. ഓ ഹാറൂനോട് തുല്യയായവളെ, നിന്റെ പിതാവ് ഒരു ചീത്ത മനുഷ്യനായിരുന്നില്ല, നിന്റെ മാതാവ് ദുർനടപ്പുകാരിയുമായിരുന്നില്ല. فأشارت إليه قالوا كيف نكلم من كان في المهد صبيا. അപ്പോഴവർ കുട്ടിയുടെ നേരെ ചൂണ്ടിക്കാണിച്ചു. ജനങ്ങൾ ചോദിച്ചു, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയോട് ഞങ്ങൾ എങ്ങനെ സംസാരിക്കും? قال إني عبد الله آتاني الكتاب وجعلني نبيا. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി പറഞ്ഞു, തീർച്ചയായും ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്, എനിക്കവൻ വേദം നൽകുകയും എന്നെ പ്രവാചകനാക്കുകയും ചെയ്തിരിക്കുന്നു. وجعلني مباركا أينما كنت وأوصاني بالصلاة والزكاة ما دمت حيا. ഞാൻ എവിടെയായിരുന്നാലും എന്നെ അവൻ അനുഗ്രഹീതനാക്കുകയും ജീവിച്ചിരിക്കുമ്പോഴെല്ലാം നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും എന്നോട് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. وبرا بوالدتي ولم يجعلني جبارا شقيا. എന്നെ അവൻ സ്വന്തം മാതാവിന് നന്മ ചെയ്യുന്നവനും ആക്കിയിട്ടുണ്ട്. അവൻ എന്നെ നിർഭാഗ്യവാനായ ക്രൂരനാക്കിയിട്ടില്ല. والسلام علي يوم ولدت ويوم أموت ويوم أبعث حيا. ഞാൻ ജനിച്ച ദിവസവും മരിക്കുന്ന ദിവസവും രണ്ടാമത് പുനരുജ്ജീവിപ്പിക്കപ്പെടുന്ന ദിവസവും എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനമുണ്ടായിരിക്കും. ذلك عيسى ابن مريم قول الحق الذي فيه يمترون. അതാണ് മറിയമിന്റെ പുത്രൻ ഈസ അലൈഹിസ്സലാം. ഇത് സത്യമായ വാക്കാണ്, ഇതിലാണവർ ഭിന്നിക്കുന്നത്. ما كان لله أن يتخذ من ولد سبحانه إذا قضى أمرا فإنما يقول له كن فيكون. ഒരു സന്താനത്തെ സ്വീകരിക്കുകയെന്നത് അള്ളാഹുവിന് ഒരിക്കലും യോജിച്ചത് അല്ല തന്നെ. അവൻ എത്രയോ പരിശുദ്ധൻ. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനോട് ഉണ്ടാകുക എന്ന് പറയുക മാത്രമാണ് അവൻ ചെയ്യുക, അപ്പോൾ അതുണ്ടാകുന്നു. وَإِنَّ اللَّهَ رَبِّي وَرَبُّكُمْ فَاعْبُدُوهُ هَذَا صِرَاطٌ مُسْتَقِيمٌ. ഈസാ നബി തന്റെ ജനതയോട് ഇങ്ങനെ പറയുകയും ചെയ്തു, തീർച്ചയായും അള്ളാഹു എന്റെയും നിങ്ങളുടെയും റബ്ബാകുന്നു, അതുകൊണ്ട് അവന് നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, ഇതാണ് നേരായ മാർഗം. فاختلف الأحزاب من بينهم فويل للذين كفروا من مشهد يوم عظيم. പിന്നീട് അവർക്കിടയിൽ നിന്ന് കക്ഷികൾ വ്യത്യസ്ത അഭിപ്രായക്കാരായി തീർന്നു. ഭയങ്കരമായൊരു ദിവസം വന്നെത്തുക മൂലം ആ സത്യനിഷേധികൾക്ക് വമ്പിച്ച നാശം. أسمع بهم وأبصر يوم يأتوننا لكن الظالمون اليوم في ضلال مبين. നമ്മുടെ അടുക്കൽ വരുന്ന ദിവസം അവർക്ക് എന്തൊരു കേൾവിയും കാഴ്ചയുമായിരിക്കുക. പക്ഷേ ഇന്ന് ആ അക്രമികൾ വ്യക്തമായ ദുർമാർഗത്തിൽ തന്നെയാണ്. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. ഓ നബിയെ, നെടും ഖേദത്തിന്റെ ദിവസത്തെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും വിധി നൽകപ്പെടുന്ന സന്ദർഭത്തെക്കുറിച്ച് അവർക്ക് താങ്കൾ മുന്നറിയിപ്പ് നൽകുക. അവർ ഇന്ന് അശ്രദ്ധയിലാണ്, അവർ സത്യത്തിൽ വിശ്വസിക്കുന്നില്ല. إنا نحن نرث الأرض ومن عليها وإلينا يرجعون. തീർച്ചയായും ഭൂമിയെയും അതിലുള്ളവരെയും നാം തന്നെ അനന്തരാവകാശമായി എടുക്കുന്നതാണ്. നമ്മുടെ അടുത്തേക്ക് തന്നെ അവർ മടക്കി അയക്കപ്പെടുകയും ചെയ്യും. واذكر في الكتاب إبراهيم إنه كان صديقا نبيا. താങ്കൾ ഈ ഗ്രന്ഥത്തിൽ ഇബ്രാഹിം നബിയെക്കുറിച്ചും പ്രസ്താവിക്കുക. അദ്ദേഹം അങ്ങേയറ്റം സത്യസന്ധനായ പ്രവാചകനായിരുന്നു.
إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. അദ്ദേഹം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്റെ പിതാവേ, കേൾക്കുകയോ കാണുകയോ ചെയ്യാത്തതും ഒരു കാര്യത്തിനും താങ്കൾക്ക് ഉപകരിക്കാത്തതുമായ വിഗ്രഹങ്ങൾക്ക് താങ്കൾ എന്തിനാണ് ഇബാദത്ത് എടുക്കുന്നത്? يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا. എന്റെ പിതാവേ, തീർച്ചയായും താങ്കൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ചില അറിവുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്നെ പിന്തുടരുക, ഞാൻ താങ്കൾക്ക് നേരായ മാർഗം കാണിച്ചു തരാം. يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا. എന്റെ പിതാവേ, താങ്കൾ പിശാചിന് ഇബാദത്ത് ചെയ്യരുത്. പിശാച് കാരുണ്യവാനായ അല്ലാഹുവിനോട് തീരെ അനുസരണമില്ലാത്തവനാകുന്നു. يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. എന്റെ പിതാവേ, കാരുണ്യവാനായ അല്ലാഹുവിൽ നിന്നുള്ള ശിക്ഷ താങ്കളെ ബാധിക്കുമെന്നും അങ്ങനെ താങ്കൾ പിശാചിന്റെ കൂട്ടുകാരനായി തീരുമെന്നും ഞാൻ ഭയപ്പെടുന്നു. قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا. അയാൾ ചോദിച്ചു, ഓ ഇബ്രാഹിം, എന്റെ ഇലാഹുകളെ നീ വെറുക്കുകയാണോ? നീ ഇതിൽ നിന്നും വിരമിക്കാത്ത പക്ഷം തീർച്ചയായും നിന്നെ ഞാൻ എറിഞ്ഞുകൊല്ലും. നീ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സുരക്ഷിതനായി എന്നെ വിട്ടുപോയിക്കൊള്ളുക. قال سلام عليك سأستغفر لك ربي إنه كان بي حفيا. അദ്ദേഹം പറഞ്ഞു, താങ്കൾക്ക് സലാം, എന്റെ റബ്ബിനോട് താങ്കൾക്ക് വേണ്ടി ഞാൻ പാപമോചനത്തിന് തേടിക്കൊള്ളാം. തീർച്ചയായും അവൻ എന്നോട് വളരെ കനിവുള്ളവനാകുന്നു. وأعتزلكم وما تدعون من دون الله وأدعو ربي عسى ألا أكون بدعاء ربي شقيا. നിങ്ങളെയും അല്ലാഹുവിന് പുറമേ നിങ്ങൾ ആർക്ക് ആരാധന ചെയ്യുന്നുവോ അവയെയും ഞാൻ വിട്ടൊഴിയുകയും എന്റെ റബ്ബിനെ ഞാൻ ആരാധിക്കുകയും ചെയ്യുന്നു. എന്റെ റബ്ബിനെ ആരാധിക്കുന്നത് കൊണ്ട് ഞാൻ നിർഭാഗ്യവാനാവുകയില്ലെന്ന് ഞാൻ ആശിക്കുന്നു. فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا. അങ്ങനെ ആ ജനങ്ങളെയും അല്ലാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുന്നവരെയും വിട്ടൊഴിഞ്ഞപ്പോൾ പുത്രൻ ഇസ്ഹാക്കിനെയും പൗത്രൻ യാക്കൂബിനെയും നാം അദ്ദേഹത്തിന് നൽകി. എല്ലാവരെയും നാം നബിമാരാക്കുകയും ചെയ്തു. ووهبنا لهم من رحمتنا وجعلنا لهم لسان صدق عليا. അവർക്കെല്ലാം നമ്മുടെ കാരുണ്യത്തിൽ നിന്ന് നാം നൽകുകയും സത്യത്തിന്റെ ഉന്നതമായ സൽകീർത്തി അവർക്ക് നാം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. واذكر في الكتاب موسى إنه كان مخلصا وكان رسولا نبيا. ഖുർആനിൽ മൂസാ നബിയെയും താങ്കൾ പ്രസ്താവിക്കുക, വിശദീകരിച്ചു കൊടുക്കുക. തീർച്ചയായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളും റസൂലും നബിയുമായിരുന്നു. وَنَادَيْنَاهُ مِنْ جَانِبِ الطُّورِ الْأَيْمَنِ وَقَرَّبْنَاهُ نَجِيًّا. സീനാ പർവ്വതത്തിന്റെ വലതുവശത്തു നിന്ന് നാം നബിയെ വിളിക്കുകയും ഒരു സംഭാഷകൻ എന്ന നിലയ്ക്ക് നാം അദ്ദേഹത്തിന് സാമീപ്യം നൽകുകയും ചെയ്തു. وَوَهَبْنَا لَهُ مِنْ رَحْمَتِنَا أَخَاهُ هَارُونَ نَبِيًّا. നമ്മുടെ അനുഗ്രഹത്താൽ തന്റെ സഹോദരൻ ഹാറൂൻ അലൈഹിസ്സലാമിനെ ഒരു നബിയെക്കൊണ്ട് അദ്ദേഹത്തിന് നാം ദാനം ചെയ്യുകയുമുണ്ടായി. واذكر في الكتاب إسماعيل إنه كان صادق الوعد وكان رسولا نبيا. ഖുർആനിൽ ഇസ്മായിൽ നബിയെക്കുറിച്ചും താങ്കൾ പ്രസ്താവിക്കുക.
തീർച്ചയായും അദ്ദേഹം വാഗ്ദാനത്തിൽ സത്യം പാലിക്കുന്ന ആളായിരുന്നു, റസൂലും നബിയുമായിരുന്നു അദ്ദേഹം. وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. സ്വന്തം കുടുംബത്തോട് നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും നബി കൽപ്പിച്ചിരുന്നു. തന്റെ റബ്ബിൽ അവന്റെ സംതൃപ്തിക്ക് തികച്ചും പാത്രമായ ആളായിരുന്നു അദ്ദേഹം. واذكر في الكتاب إدريس إنه كان صديقا نبيا. ഖുർആനിൽ ഇദ്രീസ് അലൈഹിസ്സലാമിനെ കുറിച്ചും താങ്കൾ പ്രസ്താവിക്കുക. അദ്ദേഹം പരമസാത്വികനും പ്രവാചകനും തന്നെയായിരുന്നു. ورفعناه مكانا عليا. ഉന്നതമായൊരു സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ നാം ഉയർത്തിയിരിക്കുന്നു. أولئك الذين أنعم الله عليهم من النبيين من ذرية آدم وممن حملنا مع نوح ومن ذرية إبراهيم وإسرائيل وممن هدينا واجتبينا إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. ഇവരാണ് അള്ളാഹു അനുഗ്രഹം ചെയ്ത പ്രവാചകന്മാർ. ആദമിന്റെ സന്തതികളിലും നൂഹ് നബിയോടൊപ്പം നാം കപ്പലിൽ കയറ്റിയവരിലും പെട്ടവർ. ഇബ്രാഹിം നബിയുടെയും ഇസ്രായേൽ യഅ്കൂബ് നബിയുടെയും സന്താനങ്ങളിലും നാം സന്മാർഗത്തിൽ നയിക്കുകയും തെരഞ്ഞെടുക്കുകയും ചെയ്തവരിലും പെട്ടവരും. കരുണാനിധിയായ അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ സുജൂദ് ചെയ്യുന്നവരും കരയുന്നവരുമായി കൊണ്ടവർ നിലത്ത് വീഴുന്നതാണ്. فخلف من بعدهم خلف أضاعوا الصلاة واتبعوا الشهوات فسوف يلقون غيا. എന്നാൽ അവരുടെ ശേഷം ഒരു പിൻതലമുറ വന്നു. അവർ നിസ്കാരം പാഴാക്കി കളയുകയും ദേഹേച്ഛകളെ പിന്തുടരുകയും ചെയ്തു. അതുകൊണ്ട് അവർ പിന്നീട് വമ്പിച്ച നഷ്ടം കണ്ടെത്തുന്നതാണ്. إلا من تاب وآمن وعمل صالحا فأولئك يدخلون الجنة ولا يظلمون شيئا. പശ്ചാത്തപിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ. എന്നാൽ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അവരോട് തീരെ അനീതി കാണിക്കപ്പെടുന്നതല്ല. جنات عدن التي وعد الرحمن عباده بالغيب إنه كان وعده مأتيا. അതായത് കരുണാനിധിയായ അള്ളാഹു തന്റെ അടിമകളോട് അദൃശ്യനിലയിൽ വാഗ്ദാനം ചെയ്ത ശാശ്വത താമസത്തിനുള്ള സ്വർഗങ്ങളിൽ അവർ പ്രവേശിക്കും. തീർച്ചയായും അവന്റെ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നതാകുന്നു. لا يسمعون فيها لغوا إلا سلاما ولهم رزقهم فيها بكرة وعشيا. അവർ അവിടെ സലാം അല്ലാതെ നിരർത്ഥകമായ യാതൊന്നും കേൾക്കുകയില്ല. പ്രഭാതത്തിലും സായാഹ്നത്തിലും തങ്ങളുടെ ഭക്ഷണം അവർക്ക് അവിടെ ലഭിക്കുന്നതാണ്. تلك الجنة التي نورث من عبادنا من كان تقيا. നമ്മുടെ അടിമകളിൽ നിന്ന് ഭക്തരായവർക്ക് നാം അനന്തരാവകാശമായി നൽകുന്ന സ്വർഗമാണത്. وما نتنزل إلا بأمر ربك له ما بين أيدينا وما خلفنا وما بين ذلك وما كان ربك نسيا. താങ്കളുടെ റബ്ബിന്റെ കൽപ്പനയനുസരിച്ചല്ലാതെ ഞങ്ങൾ മലക്കുകൾ ഇറങ്ങുകയില്ല. നമ്മുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവയ്ക്കിടയിലുള്ളതും അവനുള്ളത് തന്നെയാണ്. താങ്കളുടെ റബ്ബ് താങ്കളെ ഉപേക്ഷിക്കുന്നവനായിട്ടില്ല. رب السماوات والأرض وما بينهما فاعبده واصطبر لعبادته هل تعلم له سميا. ആകാശഭൂമികളുടെയും അവയ്ക്കിടയിലുള്ളതിന്റെയും റബ്ബാണവൻ. അതുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്യുകയും അതിനുണ്ടാകുന്ന വിഷമങ്ങൾ ക്ഷമിക്കുകയും ചെയ്തുകൊള്ളുക. അവന് തുല്യനായ ആരെയെങ്കിലും താങ്കൾ അറിയുമോ? ഇല്ല. ويقول الإنسان أإذا ما مت لسوف أخرج حيا. ഞാൻ മരിച്ചുപോയാൽ പിന്നെ ജീവനുള്ളവനായി ഖബറിൽ നിന്ന് പുറത്തു കൊണ്ടുവരപ്പെടുമോ എന്ന് മനുഷ്യർ ചോദിക്കുന്നു.
أَوَلَا يَذْكُرُ الْإِنسَانُ أَنَّا خَلَقْنَاهُ مِنْ قَبْلُ وَلَمْ يَكُ شَيْئًا തീർച്ചയായും അവനെ നാം ആദ്യം സൃഷ്ടിച്ചു, അതിനു മുമ്പ് അവനുണ്ടായിരുന്നേയില്ല എന്ന യാഥാർത്ഥ്യം മനുഷ്യൻ ഓർക്കുന്നില്ലേ? فَوَرَبِّكَ لَنَحْشُرَنَّهُمْ وَالشَّيَاطِينَ ثُمَّ لَنُحْضِرَنَّهُمْ حَوْلَ جَهَنَّمَ جِثِيًّا അതിനാൽ താങ്കളുടെ റബ്ബിനെ തന്നെ സത്യം, തീർച്ചയായും അവരെയും പിശാചുക്കളെയും നാം ഒരുമിച്ച് കൂട്ടും. എന്നിട്ട് മുട്ടുകുത്തിയവരായ നിലയിൽ നരകത്തിന് ചുറ്റും അവരെ നാം ഹാജരാക്കുകയും ചെയ്യും. ثُمَّ لَنَنزِعَنَّ مِنْ كُلِّ شِيعَةٍ أَيُّهُمْ أَشَدُّ عَلَى الرَّحْمَنِ عِتِيًّا പിന്നീട് അവരിൽ വെച്ച് കരുണാനിധിയായ അള്ളാഹുവിനോട് അതികഠിനമായി ധിക്കാരം കാണിച്ചിരുന്നവരാരോ അവരെയെല്ലാം സമുദായത്തിൽ നിന്നും നാം വേർതിരിച്ചു നിർത്തും. ثُمَّ لَنَحْنُ أَعْلَمُ بِالَّذِينَ هُمْ أَوْلَى بِهَا صِلِيًّا നരകത്തിൽ കിടന്ന് കരിയാൻ ഏറ്റവും അവകാശപ്പെട്ടവർ അവരിൽ ആരെന്ന് നമുക്ക് തന്നെ നല്ലതുപോലെ അറിയാം. وَإِن مِّنكُمْ إِلَّا وَارِدُهَا كَانَ عَلَى رَبِّكَ حَتْمًا مَّقْضِيًّا ആ നരകത്തിൽ നിങ്ങൾ ആരും തന്നെ പ്രവേശിക്കാതിരിക്കില്ല, അത് താങ്കളുടെ റബ്ബിന്റെ തീരുമാനിക്കപ്പെട്ട ബാധ്യതയാകുന്നു. ثُمَّ نُنَجِّي الَّذِينَ اتَّقَوْا وَنَذَرُ الظَّالِمِينَ فِيهَا جِثِيًّا പിന്നീട് ഭയഭക്തിയോടെ ജീവിച്ചിരുന്നവരെ അതിൽ നിന്നും നാം രക്ഷപ്പെടുത്തും, അക്രമികളെ മുട്ടുകുത്തിയവരായിക്കൊണ്ടതിൽ നാം വിടുകയും ചെയ്യും. وَإِذَا تُتْلَى عَلَيْهِمْ آيَاتُنَا بَيِّنَاتٍ قَالَ الَّذِينَ كَفَرُوا لِلَّذِينَ آمَنُوا أَيُّ الْفَرِيقَيْنِ خَيْرٌ مَّقَامًا وَأَحْسَنُ نَدِيًّا നമ്മുടെ വ്യക്തമായ ആയത്തുകൾ അവരെ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ രണ്ട് കക്ഷികളിൽ ഏതാണ് ഏറ്റവും ഉത്തമ സ്ഥാനമുള്ളവരും നല്ല സദസ്യരുമെന്ന് സത്യനിഷേധികൾ സത്യവിശ്വാസികളോട് ചോദിക്കും. وَكَمْ أَهْلَكْنَا قَبْلَهُمْ مِنْ قَرْنٍ هُمْ أَحْسَنُ أَثَاثًا وَرِئْيًا ഇവർക്ക് മുമ്പ് എത്ര തലമുറകളെയാണ് നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത്. ജീവിതോപകരണങ്ങളിലും കാഴ്ചയിലും അവർ ഇവരെക്കാൾ എത്രയോ മെച്ചപ്പെട്ടവരായിരുന്നു. قُلْ مَنْ كَانَ فِي الضَّلَالَةِ فَلْيَمْدُدْ لَهُ الرَّحْمَنُ مَدًّا حَتَّى إِذَا رَأَوْا مَا يُوعَدُونَ إِمَّا الْعَذَابَ وَإِمَّا السَّاعَةَ فَسَيَعْلَمُونَ مَنْ هُوَ شَرٌّ مَكَانًا وَأَضْعَفُ جُندًا പറയുക, ആരെങ്കിലും ദുർമാർഗത്തിൽ ചലിക്കുകയാണെങ്കിൽ കരുണാനിധിയായ അള്ളാഹു അവന് അവധി നീട്ടിക്കൊടുക്കും. അങ്ങനെ അവർക്ക് താക്കീത് നൽകപ്പെടുന്നത് ഒന്നുകിൽ ശിക്ഷ അല്ലെങ്കിൽ അന്ത്യനാൾ നേരിൽ കാണുമ്പോൾ. ആരാണ് ഏറ്റവും ചീത്ത സ്ഥാനമുള്ളവരെന്നും ഏറ്റവും ബലഹീന സംഘമുള്ളവരെന്നും അവർ മനസ്സിലാക്കിക്കൊള്ളും. وَيَزِيدُ اللَّهُ الَّذِينَ اهْتَدَوْا هُدًى وَالْبَاقِيَاتُ الصَّالِحَاتُ خَيْرٌ عِندَ رَبِّكَ ثَوَابًا وَخَيْرٌ مَّرَدًّا സന്മാർഗത്തിൽ ചലിക്കുന്നവർക്ക് അള്ളാഹു സന്മാർഗ ബോധം വർദ്ധിപ്പിച്ചു കൊടുക്കും. അവശേഷിക്കുന്ന നല്ല കാര്യങ്ങൾ താങ്കളുടെ റബ്ബിൽ ഉത്തമ പ്രതിഫലവും നല്ല പരിണാമ ഫലമുള്ളതുമാക്കുന്നു. أَفَرَأَيْتَ الَّذِي كَفَرَ بِآيَاتِنَا وَقَالَ لَأُوتَيَنَّ مَالًا وَوَلَدًا നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും അതേസമയം എനിക്ക് ധനവും സന്താനവും നൽകപ്പെടുമെന്ന് സത്യം ചെയ്തുറപ്പിച്ച് പറയുകയും ചെയ്തവനെ താങ്കൾ കണ്ടുവോ? أَطَّلَعَ الْغَيْبَ أَمِ اتَّخَذَ عِندَ الرَّحْمَنِ عَهْدًا അവൻ അദൃശ്യകാര്യം നോക്കിക്കണ്ടിരിക്കുന്നുവോ അതോ കരുണാനിധിയായ അള്ളാഹുവുമായി അവൻ എന്തെങ്കിലും ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടോ? كَلَّا سَنَكْتُبُ مَا يَقُولُ وَنَمُدُّ لَهُ مِنَ الْعَذَابِ مَدًّا അങ്ങനെയില്ല, അവൻ പറയുന്നത് നാം എഴുതിവെക്കുന്നതാണ്. അവന് നാം ശിക്ഷ വർദ്ധിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. وَنَرِثُهُ مَا يَقُولُ وَيَأْتِينَا فَرْدًا താൻ അഹന്ത പറയുന്നത് ധനവും സന്താനങ്ങളും അവനിൽ നിന്ന് നാം എടുത്തു മാറ്റുകയും അവൻ നമ്മുടെ അടുക്കൽ ഏകനായി വരികയും ചെയ്യുന്നതാണ്.
واتخذوا من دون الله آلهة ليكونوا لهم عزا തങ്ങൾക്ക് സഹായ ശുപാർശക്കാരായി തീരാൻ വേണ്ടി സത്യനിഷേധികൾ അല്ലാഹുവിന് പുറമെ മറ്റു ചില ഇലാഹുകളെ സ്ഥാപിച്ചിരിക്കുന്നു. كلا سيكفرون بعبادتهم ويكونون عليهم ضدا അതൊരിക്കലും നടക്കുകയില്ല. ഇവർ ആരാധിച്ചത് തന്നെ അവർ പിന്നീട് നിഷേധിക്കും. അവർ ഇവർക്ക് ആരാധിച്ചവർക്ക് എതിരായി തീരുകയും ചെയ്യും. ألم تر أنا أرسلنا الشياطين على الكافرين تؤزهم أزا സത്യനിഷേധികളിലേക്ക് അവരെ ഇളക്കി വിട്ടുകൊണ്ടിരിക്കുന്ന നിലയിൽ പിശാചുക്കളെ തീർച്ചയായും നാം അയച്ചിരിക്കുന്നുവെന്നത് താങ്കൾ കണ്ടില്ലേ? فلا تعجل عليهم إنما نعد لهم عدا അതിനാൽ അവരുടെ കാര്യത്തിൽ താങ്കൾ ധൃതിപ്പെടരുത്. അവർക്ക് വേണ്ടി നാം സമയം എണ്ണിക്കൊണ്ടിരിക്കുന്നതാണ്. يوم نحشر المتقين إلى الرحمن وفدا അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് നടന്നവരെ കരുണാനിധിയായ അള്ളാഹുവിൽ വാഹനം കയറിയവരായിക്കൊണ്ട് നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം ഓർക്കുക. ونسوق المجرمين إلى جهنم وردا കുറ്റവാളികളെ ദാഹിച്ചവരായി നരകത്തിലേക്ക് നാം തെളിച്ചുകൊണ്ടു പോകുന്ന ദിവസത്തെയും ഓർക്കുക. لا يملكون الشفاعة إلا من اتخذ عند الرحمن عهدا അള്ളാഹുവിലൊരു കരാറുണ്ടാക്കി വെച്ചവനല്ലാതെ അന്ന് ശുപാർശയ്ക്ക് അധികാരമുണ്ടായിരിക്കുകയില്ല. وقالوا اتخذ الرحمن ولدا കരുണാനിധിയായ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്നവർ പറയുന്നു. لقد جئتم شيئا إدا ഹേ ജനങ്ങളെ, വളരെ ഗൗരവമേറിയ ഒരു കാര്യമാണ് ഈ ആരോപണം മൂലം നിങ്ങൾ ചെയ്തിരിക്കുന്നത്. تكاد السماوات يتفطرن منه وتنشق الأرض وتخر الجبال هدا ഇതുമൂലം ആകാശങ്ങൾ പൊട്ടിപ്പിളരുകയും ഭൂമി കീറിപ്പോകുകയും പർവ്വതങ്ങൾ പൊളിഞ്ഞു വീഴുകയും ചെയ്യാറാകുന്നു. أن دعوا للرحمن ولدا കരുണാനിധിയായ അള്ളാഹുവിന് സന്താനമുണ്ടെന്നവർ ആരോപിച്ചതിനാൽ وما ينبغي للرحمن أن يتخذ ولدا വാസ്തവത്തിൽ സന്താനത്തെ സ്വീകരിക്കുക എന്നത് കരുണാനിധിയായ അള്ളാഹുവിനൊട്ടും ചേർന്നതല്ല തന്നെ. إن كل من في السماوات والأرض إلا آتي الرحمن عبدا ആകാശഭൂമികളിലുള്ളവരെല്ലാം തന്നെ കരുണാനിധിയായ അള്ളാഹുവിന്റെ സന്നിധിയിൽ അവന്റെ ദാസന്മാരായി വരുന്നവർ മാത്രമാകുന്നു. لقد أحصاهم وعدهم عدا തീർച്ചയായും അവരെയെല്ലാം അവൻ കൃത്യമായി അറിയുകയും ശരിക്കും എണ്ണിക്കണക്കാക്കുകയും ചെയ്തിട്ടുണ്ട്. وكلهم آتيه يوم القيامة فردا അവരിൽ ഓരോരുത്തനും അന്ത്യനാളിൽ ഏകനായി അവന്റെ അടുത്ത് വരുന്നതാണ്. إن الذين آمنوا وعملوا الصالحات سيجعل لهم الرحمن ودا തീർച്ചയായും സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാകട്ടെ അവർക്ക് കരുണാനിധിയായ അള്ളാഹു സ്നേഹം സ്ഥാപിച്ചു കൊടുക്കുന്നതാണ്. فإنما يسرناه بلسانك لتبشر به المتقين وتنذر به قوما لدا എന്നാൽ തീർച്ചയായും ഈ ഖുർആനെ താങ്കളുടെ ഭാഷയിൽ നാം ലളിതമാക്കി തന്നിരിക്കുന്നു. എന്തിനാണെന്നോ, ഇത് മുഖേന താങ്കൾ ഭയഭക്തിയുള്ളവർക്ക് സന്തോഷവാർത്ത അറിയിക്കാനും കുതർക്കരായ ജനതയെ താക്കീത് ചെയ്യാനും. وكم أهلكنا قبلهم من قرن هل تحس منهم من أحد أو تسمع لهم ركزا എത്രയോ തലമുറകളെ ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. താങ്കൾ അവരിൽ ആരെയെങ്കിലും ഇന്ന് കാണുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ലഘുശബ്ദമെങ്കിലും കേൾക്കുന്നുണ്ടോ?